എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർടൈൻമെൻറ്റ് കിഴി റിയാക്ഷനാണ്. ദേവര പാർട്ട് 1 സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. കാണാം. ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, മലയാളമുണ്ട്. മലയാളം കാണാം അല്ലേ? അതല്ല നല്ലത്, മനസ്സിലാവും. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ RRRന് ശേഷം ജൂനിയർ NTRൻ്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പാണ് സിനിമക്ക്. പിന്നെ കൊറാട്ട്ലെ ശിവയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധാണ് ഇതിൻ്റെ BGM. നടി ജാൻവി കപൂർ. പിന്നെ വില്ലൻ നമ്മുടെ സൈഫ് അലി ഖാൻ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തായാലും സിനിമയുടെ ട്രailer കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. മാരക വ്യൂസ്. ഓക്കെ, അവർ യഥാർത്ഥത്തിൽ ആരാണ്? കുലവുമില്ല, മതവുമില്ല, ഭയം അതവർക്ക് അറിയില്ല. സൈഫ് അലി ഖാൻ. ധൈര്യമല്ലാതെ മറ്റൊന്നും അറിയാത്ത കണ്ണുകളിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭയത്തെ അന്ന് കാണാൻ കഴിഞ്ഞു. ആരെതിരക്ക് ഉത്തരവാദി? അതൊരു നീണ്ട കഥയാണ് സർ. രക്തത്തിൽ എഴുതിയ കഥ, ഞങ്ങളുടെ ദേവരയുടെ കഥ. മനുഷ്യന് ജീവിക്കാനുള്ള ധൈര്യം, അല്ലാതെ കൊല്ലാനുള്ള ശക്തിയല്ല. നിങ്ങൾ എന്റെ വാക്ക് ധിക്കരിച്ച് ധൈര്യം കാട്ടാൻ തയ്യാറായ ആ ധൈര്യത്തെ തീർക്കുന്ന ഭീകരനാവും ഞാൻ. നീ ഉള്ളിടത്തോളം കാലം ഈ മലയിൽ നീ പറയുന്നതാണ് വാക്ക് ദേവര. ദേവരയെ കൊല്ലണമെങ്കിൽ ശരിയായ സമയം മാത്രം പോരാ, ശരിയായ ആയുധവും കയ്യിൽ വേണം. ഇപ്പൊ നോക്കിയാലും കൊച്ചു പിള്ളേരെ പോലെ പേടിത്തൊണ്ടനാ അവൻ എനിക്ക് കിട്ടാൻ കഴിയും. അപ്പൊ നീ മലയുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞേ? അവരെന്നെ ബാക്കി വെക്കൂ. അവന് അവന്റെ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ, ധൈര്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോൾ തിരിച്ചു വരും. ഒരു എടുത്തിയേട്ടക്കാരനായതുകൊണ്ടായിരിക്കും അയാൾ പോയത്. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷം തിരികെയാണ്. കണ്ണടച്ചാലും തുറന്നാലും കടലിനിടെ കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭയത്തെ മറന്ന് ഇത്തരം ജോലികൾക്ക് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഭയമായി മാറാൻ പോവുകയാണ്. കൈവിട്ട കുറച്ച് കളികളുണ്ടോ? ഓക്കേ, ചില കൈവിട്ട കളികളുണ്ടോ എന്നൊരു സംശയം. സ്രാവിൻ്റെ ഒക്കെ സീന്, അതായത് അണ്ടർ വാട്ടറിൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ BGM ഒരൊറ്റ BGM തുടക്കത്തിൽ അങ്ങ് പോയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ കട്ടിങ്സിനനുസരിച്ചുള്ള ഒരു രീതി അല്ല, ഒറ്റ പോക്ക്. അത് ഇതിന് മുൻപ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അത് സിങ്കൊന്നും ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല. ഒരു മാസ് എൻട്രി ആൾക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിന് ആ സമയത്ത് ഒരു പഞ്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതിന് ശേഷമുള്ള കുറേ സീനുകൾ ഒരു രക്ഷയില്ലാത്ത സീനുകളാണ്. എന്തായാലും സൈഫ് അലി ഖാൻ്റെ കിട്ടുള്ള റോളാണെന്ന് തോന്നുന്നു. പിന്നെ ജൂനിയർ NTR ആൾ ഡബിളാണ്, അച്ഛനും മകനുമായിട്ടാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ദേവര അപ്പോൾ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മകൻ, അതായത് ആളുടെ എടുത്തുചാട്ടവും കാര്യങ്ങളും. എടുത്തുചാട്ടം എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ബോട്ടിൻ്റെ പിന്നിൽ വന്ന് ചാടുന്ന സീനില്ലേ, അത് ഗംഭീര സാധനമാണ്. എന്തായാലും മാസ് സംഭവങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവാം, പക്ഷേ കൈവിട്ട കളി ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി എന്തായാലും ഉണ്ട്. പക്ഷേ എങ്കിലും മോശമാവാൻ സാധ്യത കാണുന്നില്ല. നല്ലൊരു മേക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് KGF പരിപാടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയലോഗും കാര്യങ്ങളൊക്കെ ഇത് രക്തത്തിൽ കുറിച്ച കഥയാണെന്നൊക്കെയുള്ള സാധനമൊക്കെ സെയിമാണ്. പിന്നെ കഥ പറയുന്ന രീതി വെച്ചിട്ട് നരേഷൻ കൊടുത്തുള്ള രീതിയും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സംഭവം മോശമല്ല,
പക്ഷെ ചില സമയത്ത് ചില സാധനങ്ങൾ കാണുമ്പോൾ ചെറിയൊരു പേടി, അത്രേ ഉള്ളൂ. സാധനം കൊള്ളാം. എന്തായാലും കൂടുതലും ഈ രാത്രികളിലാണ് സീന് നടക്കുന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആകക്കടലൊക്കെ ഉണ്ടാവാം, മേ ബി അതൊക്കെ പകലൊക്കെ നമുക്ക് രാത്രി പോലെ അല്ലെങ്കിൽ ഇരുണ്ട ഒരു രീതിയിലായിരിക്കാം മേ ബി ചെയ്തിട്ടുള്ളത്. എന്തായാലും കുറച്ച് കൂടുതൽ രാത്രികളാണ് ട്രെയിലറിൽ കാണുന്നത്. പിന്നെ ജാൻവി കപൂറിൻ്റെ ഒരു ലവ് ട്രാക്ക് എന്താണെന്നുള്ളത് കണ്ടറിയാം. അതായത് ലവ് ട്രാക്കിന് വേണ്ടി മാത്രം ഒരാളെ വെറുതെ അങ്ങ് കൊണ്ടുവന്ന് വെച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ട്രെയിലറിൽ. അങ്ങനെയാണ്, സിനിമയിൽ അങ്ങനെ അല്ലാതിരിക്കട്ടെ. അത് അത്യാവശ്യം നല്ല റോള് ആൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിലെ മെയിൻ സംഭവം തന്നെ അച്ഛൻ ക്യാരക്ടർ, മകൻ ക്യാരക്ടർ, പിന്നെ സെയ്ഫ് അലി ഖാൻ്റെ ക്യാരക്ടർ, ഇവർ തമ്മിലുള്ളൊരു പരിപാടികളാണ്. എന്തായാലും കടലിലൊക്കെ ഗംഭീര സീനുകൾ കാണുന്നുണ്ട്. പിന്നെ ആ ഷാർക്കിൻ്റെ സീനാണ് എനിക്ക് കുറച്ച് കൈവിട്ട് പോകുമെന്നുള്ളൊരു സംശയമുള്ളത്. ബാക്കിയൊക്കെ സെറ്റാണ്. എന്തായാലും ഇതിൻ്റെ തുടക്കത്തിൽ സെയ്ഫ് അലി ഖാനെ കാണിച്ചിരിക്കുന്നത്, ആളുടെ ക്യാരക്ടറിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചില ക്ലിപ്സുകളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതിൽ ഗുസ്തി പരിപാടി കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് തോന്നുന്നു. അത് അതിലൊരു മുഖ്യ ഘടകമാണോ എന്നൊരു സംശയമുണ്ട്. പിന്നുള്ളത് പകയും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു. എന്തായാലും രക്ഷകരാകുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. പിന്നെ ആളെ കൊല്ലണമെങ്കിൽ നല്ല സമയം മാത്രം പോരാ, അതിനുള്ളൊരു ആയുധം കൂടി വേണമെന്നുള്ളതാണ്. ആ ആയുധം ആരായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണ ഏതെങ്കിലും ഒരു വെപ്പൺ എന്നുള്ള രീതിയിൽ, അതായത് കത്തി അല്ലെങ്കിൽ ആളുടെ കയ്യിലൊരു ഡി ആകൃതിയിലുള്ള, അതായത് ദേവര എന്ന ടൈറ്റിലെ ഡി ഇല്ലേ, അതിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ്, ആ ഒരു ഷേപ്പിലുള്ള ഒരു ആയുധം തന്നെ ആളുടെ കയ്യിലുണ്ട്. അതാണ് ആളുടെ മെയിൻ ആയുധം. അത് ഈ മുടി വളർത്തിയ ദേവര, മകൻ്റെ അല്ല. അപ്പോൾ ആളെ കൊല്ലാൻ മകനെ ഇറക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. മേ ബി അതായത് മകനും അച്ഛനും തമ്മിലുള്ളൊരു ബാറ്റിലൊക്കെ കാണാൻ പറ്റും. കണ്ടറിയാൻ എന്തായാലും. സിനിമ വരട്ടെ. സിനിമ റിലീസിനെത്തുന്നത് 27-ാം തീയതിയാണ്. അപ്പോൾ സോളോ റിലീസായിട്ടാണ് വരുന്നത്. അത്ര ഹൈപ്പുള്ള സിനിമയാണ്. അപ്പോൾ എന്തായാലും നല്ല അഭിപ്രായം നേടിയാൽ തൂത്തുവാരും വമ്പൻ ഹിറ്റായിരിക്കും. എന്തായാലും ജൂനിയർ NTRന് അത്യാവശ്യം ഫാൻ ബേസ് ഇപ്പോൾ കേരളത്തിലുണ്ട്, RRRന് ശേഷം. അപ്പോൾ എന്തായാലും പോവാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയി വീണ്ടും വരാം. ബൈ.